ഹായ് 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 എവരിബഡി. ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു സൗണ്ടൊന്നും ശരിയായിട്ടില്ല, നല്ല കളർഫുൾ സാരി എടുത്തൂടെ ഇത്. അതേതാ ആരാധകൻ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇന്ന് ഒരു കളർഫുൾ 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 സാരി എടുത്തു. ആരാധകന് വേണ്ടി എടുത്തതാണ്. ആ ചോദിച്ച ആളിനെ ഓർമ്മയുണ്ടാവും, എനിക്കില്ല. നല്ല ലൈവിൽ ചോദിച്ചു എന്തിനാ ഇങ്ങനെ വൈറ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഇതിനെ ഇങ്ങനെ വൈറ്റ് മാത്രം എടുക്കുന്നതെന്ന് ചോദിച്ചു. ഇതെന്താണെന്നറിയോ? കപ്പക്ക പുളിശ്ശേരി. ഞാൻ വീഡിയോ എടുക്കാൻ പുറത്തേക്ക് വന്നതാണ്. അപ്പം അമ്മ പുളിശ്ശേരി എടുത്തുന്നതാണ്. മുടി പറഞ്ഞിട്ടില്ല. ഈ ചീപ്പിൻ്റെ കളർ എന്ത് ഇങ്ങനെയെന്നൊന്നും ആരും ചോദിച്ചുകൂടെ? എന്താണെന്നറിയോ? പിന്നെ ഇതാണ്, ഞാൻ ഹെന്ന അങ്ങനത്തെ പാക്ക് ഇടുമ്പോൾ ചീപ്പ് അങ്ങനെയൊക്കെ കളർ വരും. അതുകൊണ്ട് അതെന്തേ ഇങ്ങനെയെന്നൊന്നും ആരും ചോദിക്കരുത്. അപ്പം ഒന്നും ആയിട്ടില്ല, ഒരു ഔട്ട്ലൈനായിട്ട് പുറത്തേക്ക് വന്നതാ. ഇങ്ങോട്ട് വരുമ്പോൾ അപ്പുറത്തെ റോഡ് വീഡിയോ എടുക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ വൃത്തിയിലെടുക്കണ്ടേ? അല്ലെങ്കിൽ ഒന്ന് റൂമിൽ നിന്നാണെങ്കിൽ ഒന്ന് സാരിയൊക്കെ പിൻ ചെയ്യുന്നതും അയൺ ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കായിരുന്നു. പക്ഷെ പറ്റില്ലല്ലോ, പുറത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ. ഇന്നലെ ഒരാളെന്നോട് ചോദിച്ചു ഇന്നലെ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഇത്രയും പക്ഷികളുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷിയുണ്ട്, ഒരുപാട് പക്ഷിയുണ്ട്. അത് ഇന്ന് കുറച്ച് കുറവാണ്. വേണ്ടാ, എല്ലാവരും ചോദിച്ചു ഇത്രയെല്ലാം പക്ഷിയുണ്ടോ, ഇത് കേൾക്കുന്നുണ്ടല്ലോ സൗണ്ട് എന്ന് പറഞ്ഞു. അതാ വീഡിയോ ഫുള്ള് പക്ഷിയാണല്ലോ, നല്ല പക്ഷീൻ്റെ സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, ഇന്നലെ ഒരാൾ പറഞ്ഞു പഴത്തിൻ്റെ കൊല വെച്ച പോലെയുണ്ട് ബാഗ് എന്ന്. ബാഗ് ഒരു പിസ്ത പച്ച ബാഗാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, കാരണം എന്നെ ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കൊള്ളും. എൻ്റെ ആവശ്യം അതാണ്, കൊള്ളുക എന്നതാണ് ആവശ്യം. മാക്സിമം കയറ്റുക, എന്തൊക്കെ കൊള്ളും അതൊക്കെ കയറ്റുക എന്നതാണ് ലക്ഷ്യം. ഓക്കേ. അപ്പോൾ കളർഫുൾ സാരിയാ ചോദിച്ച ആരാധകന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊക്കെ കുറച്ച് മെനക്കെട്ടിട്ടാണ് രാവിലെ. കൂടി ഒരു പിന്നോട്ടാട്ടോ. ഈ കളർഫുൾ സാരി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വേറെ എന്തോ ഇന്നലെ എൻ്റെ പ്രീതിക്കുട്ടി പറഞ്ഞു, പിന്നെ ചേച്ചി വലത് ഭാഗം ഇടണേന്ന്. ഞാൻ വലത് ഭാഗം തന്നെ ഇടാം. ബാഗ് അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് വരുന്നു. ബാഗ് എപ്പോഴും വലത് ഭാഗം ഇടുക. ഈ സാരി പിൻ ചെയ്തതിൽ ഇടലില്ല. അപ്പോൾ ഇന്നലെ എന്തോ ഫോൺ പിടിക്കേണ്ട സൗകര്യത്തിന് എന്തിനോ അങ്ങനെ ഇട്ടു. അങ്ങനെയല്ല ഞാൻ ഇടുന്നത്. ഞാൻ ഈ ഭാഗത്ത് തന്നെ. കേട്ടോടി പ്രീതു, നീ കേട്ടോടി പ്രീതു. ഞാൻ മൈസൂർ പഴം നല്ല മധുരമല്ലേ പിട്ടിനുമെല്ലാം, അത് ഞാൻ ഇന്നലെ കൊണ്ടച്ചിന്. അപ്പം അമ്മ അതിപ്പോൾ അവിടെ കൊണ്ടച്ചിട്ട് ചോദിക്കുന്നത്, ഇതൊക്കെ എന്തിനിടെ വാങ്ങി വെക്കുന്നത്, ബാഗിലെടുത്ത് വെക്കുന്നു. അതായത് കോളേജിൽ നിന്ന് കഴിച്ചു എന്ന്. ഓക്കേ. മുടി ഒന്നാടെ ഒന്ന് കണിച്ച് വെച്ചാൽ ഒരു സമാധാനമായില്ലേ. ഞാൻ ഇന്ന് വേറൊരു വെറൈറ്റി പൂവ് കാണിച്ചു തരാം. ഇന്ന് ചൂടുന്നത് അങ്ങനെയൊക്കെ ഇന്നത്തെ പൂ ചൂടൽ. ഇന്നലെ വൈറ്റ് ആണെങ്കിൽ ഇന്ന് ഇതിന് പറ്റിയൊരു പൂവും ഉണ്ട്. സാരിയും ബ്ലൗസും
മേച്ചാണ് എന്ന് വിചാരിക്കുന്നു. പിന്നെ സാരി ഒന്നും ടൈറ്റല്ല മക്കളെ, ടൈറ്റല്ല. ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല. ഇനി തൊട്ട പണി കിട്ടും, ഇനി തൊട്ട പണി കിട്ടും, ഇനി തൊട്ടാൽ പണി കിട്ടും. ഇന്നലെ കളർഫുൾ എന്ന് ചോദിച്ചപ്പോൾ ഒരു ബ്ലൗസൊക്കെ ഫ്രീ ആവാനാണ് ഇങ്ങനെയാക്കുന്നത്. ഇങ്ങനെ വിചാരിക്കണ്ടേ ഇവളെന്നാ കളിക്കുന്നതെന്ന്. പിന്നെ എന്നാ പറയണ്ടേ, ഒന്നൊന്നര പോക്കാണ്. അതായത് ഒരിക്കൽ പോകണമെങ്കിൽ നമ്മളൊരു ഭയങ്കര റിസ്കി. ഇനി ഞാൻ 2 പഴവും പുളിശ്ശേരി എടുത്ത് ബാഗിൽ വെക്കുന്ന നെക്സ്റ്റ്. ആനക്ക് കപ്പക്ക പുളിശ്ശേരി. ഇങ്ങനെയല്ലേ എൻ്റെ പ്രീതു പറഞ്ഞത്? ഇങ്ങനെ തന്നെയാടെ പോകുന്നത് എപ്പോഴും, ഇങ്ങനെ തന്നെ പോകുന്നത് പ്രീതു കുട്ടി. സാരീൻ്റെ അഭിപ്രായം മറ്റേ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ തന്നെ സാരി ഉടുത്തിട്ട് ഏതെങ്കിലും ഫ്രോക്കും ടോപ്പെല്ലാം ഉടുത്തിട്ട് ഓടുന്ന എന്നെ ഇത്രയും വേഷം കെട്ടിച്ചിട്ട് കമൻ്റ് ഇടോ ലൈക്ക് ചെയ്യോ ചെയ്തില്ലെങ്കിൽ അപ്പം വിവരം അറിയും. ഓക്കെ. ഇനി ഇതിൻ്റെ മാച്ച് പൂവ് കാണണ്ടേ? ഇതിപ്പോൾ റേഞ്ച് പോകുമെന്നറിയില്ല. വൈഫൈ അതെടുത്താത്ത് വെച്ചേ. നിൻ്റെ കൂടെ വൈറ്റ് വേണ്ടല്ലോ. നമ്മളെ വൈറ്റ് ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വൈറ്റ്. എപ്പോഴും പൂവ് തരും. നമ്മളെ തമ്മിൽ അങ്ങനെയാണ്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ലൈവിൽ പറയണേ, കമൻറ്റ് പറയണം. എന്നാലും എനിക്ക് നാളെ അങ്ങനെ റെഡിയാവാൻ പറ്റൂ. ഒരു ബ്ലാക്കും ഗോൾഡനും വളയെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ കമ്മലൊന്നും വലിയ ജിമിക്കീസ് വേണ്ട വെച്ചിട്ടാ. അഭിപ്രായം പറയണേ, വീഡിയോയിൽ പറയണം അഭിപ്രായം. പിന്നെ എന്നോട് ഇന്നലെ രതീഷ് ചോദിച്ചു, ഇന്ന് വെളിച്ചമില്ലാത്ത ഇതിനെ ഇങ്ങനെ ഇപ്പുറം പിടിക്കുക, വെളിച്ചമില്ല. ഇതിനെ ഇങ്ങനെ പിന്നെ ആന കഥക്കുന്ന പോലെ കഥക്കുന്നതെന്ന്. ആന കഥക്കുന്ന പോലെയല്ലേ, എന്തിനാ ഇങ്ങനെ കിതപ്പായിട്ട് ഓടുന്നതെന്ന് എന്താ ചോദിച്ചു. അത് സമയത്തിൻ്റെയാണ്. അങ്ങനെ നടക്കുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. പതുക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് നടക്കും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞല്ലേ, ഭ്രാന്താന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടാവും. പ്രശ്നമൊന്നുമില്ല. ഈ ഭാഗം പിടിക്കുമ്പോൾ ലൈറ്റില്ല. അപ്പോൾ രതീഷിൻ്റെ അഭിപ്രായം മാനിച്ചിട്ട് വളരെ പതുക്കെയാണ് പോകുന്നത്.
എന്താ പറയുക, സമാധാനത്തിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഓടുന്നില്ല. എടുക്കുന്നു അത് അമ്മാമ്മൻ്റെ മോനാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോ കൂടി എടുത്തോന്ന് അങ്ങനെ പറയുന്നു. അമ്മാമ്മൻ്റെ മോൻ. അപ്പം എൻ്റെ ഫോട്ടോ കൂടി എടുത്തു എന്ന് പറയുന്നു. ഇതാണ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. സുഖിച്ചുറങ്ങുന്നുണ്ട്. ഞാൻ ചോദിക്കും, അന്നേരം ചോദിക്കും ഞാൻ നിൻ്റെ കൂടെ വന്നു കേട്ടോ. എല്ലാവർക്കും അക്കരെ പച്ചയാണ്. നമുക്ക് തോന്നും അവരുറങ്ങുന്ന പോലെ ഉറങ്ങണമെന്ന്. സ്പീഡ് കൂടുമ്പോൾ രതീഷിന് ഓർമ്മ വന്നു. സ്പീഡ് കൂടുമ്പോൾ രതീഷിന് ഓർമ്മ വരുന്നു. അപ്പോൾ ഈ മഞ്ഞെല്ലാം കൊള്ളുന്നതുകൊണ്ടാണ് സൗണ്ട് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ക്ലിയർ ഇല്ല അല്ലേ? രാവിലെ ആയതുകൊണ്ടാണ്. ചങ്കുകളെ ക്ഷമിച്ചേക്ക്. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ സാരിയെല്ലാം ഉടുക്കുന്നില്ലേ? അപ്പോൾ നിങ്ങളതങ്ങ് ക്ഷമിക്കണം. ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ. പിന്നെ കുന്ന് കഴിഞ്ഞ ഹൈവേ ആണ്. കുന്ന് കയറുമ്പോഴുള്ള റിക്വസ്റ്റ് എന്താണെന്നറിയോ? വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനൊരു കഥാപാത്രമുണ്ട് പറയണം, ലൈവിൽ വരാൻ പറയണം, സാരി നല്ലതാണെന്ന് പറയണം, സൂര്യൻ്റെ വെയിലുണ്ട്, പിന്നെ സാരി നല്ലതാന്നു, ബ്ലൗസ് നല്ലതാന്നു, സുന്ദരിയാന്നു, കുറേ ആളെ ചേച്ചിക്കുട്ടിയല്ലേ, അപ്പോൾ കുറേ ആളെ ചേച്ചിക്കുട്ടി സുന്ദരിയാന്നു, കുറേ ആളെ പെങ്ങളുകുട്ടി സുന്ദരിയാന്നു, കുറേ ആളെ ടീച്ചർ സുന്ദരിയാന്നു, എല്ലാം പറയണം. ഓക്കെ, രതീഷിൻ്റെ അഭിപ്രായം മാനിച്ചിട്ട് പറ്റുന്നത്ര ഓടാതെ നോക്കിയിട്ടുണ്ട്. ഹൈവേയിലെത്തി. മാക്സിമം സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം കമൻ്റ് ഇടണം, മാക്സിമം ലൈക്ക് ഇടണം. അങ്ങനെ പുളിശ്ശേരി, ബീട്രൂട്ട് വറവ്, ചോറ്, അങ്ങനെ എല്ലാമായിട്ട് കണ്ണൂരേക്ക് പോന്നു. എല്ലാമായിട്ട് കണ്ണൂരേക്ക് പോന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ മഞ്ഞും പൊടിയും വെയിലും എല്ലാം ഉണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ മാസ്ക് ഇട്ടിട്ട് എന്തിനാ വീഡിയോ എടുക്കുന്നത് അല്ലേ? അപ്പോൾ അതെടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഇന്നലത്തെ അതേ സ്റ്റോപ്പിലെത്തി. ഇനി ഒരു സാദാ ബസ് കിട്ടും, മീൻസ് ലോക്കൽ ബസ്.